കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 10 നാൾ മാത്രം. UDF പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ രാഹുൽ ഗാന്ധി ഇന്നെത്തും. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് രാഹുലിന്റെ റാലികൾ. മുഖ്യമന്ത്രിയുടെ പ്രചാരണം കൊല്ലം ജില്ലയിലാണ്. LDF-ന് വേണ്ടി തേജസ്വി യാദവും UDF-നായി പ്രിയങ്ക ഗാന്ധിയും അടുത്ത ദിവസങ്ങളിൽ പ്രചാരണത്തിനിറങ്ങും. CPM BJP ഡീൽ ആരോപണം, മുണ്ടക്കൈ പുനരധിവാസം, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങിയ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുന്നണികളുടെ പ്രചാരണം കൊഴുക്കുന്നത്. സേഫ് സൈലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സേഫ്, അപ്പോൾ കത്തിപ്പടർന്നിരിക്കുന്ന പ്രചാരണ രംഗത്തേക്ക് ഇനിയും കൂടുതൽ പ്രചാരണ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ കടന്നു വരുമോ എന്നുള്ളതാണ് നോക്കുന്നത്. എന്തായാലും പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെ ഉയർന്നു വരുന്നുണ്ട്? ഒപ്പം തന്നെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ, അത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ നടക്കുന്നത്, ഇതൊക്കെ എത്രത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആക്കവും ആവേശവും ഒക്കെ കൂട്ടുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു 10 ദിവസം, അത് ഏത് തെരഞ്ഞെടുപ്പായാലും, തദ്ദേശ തെരഞ്ഞെടുപ്പായാലും, നിയമസഭാ തെരഞ്ഞെടുപ്പായാലും, ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും എല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആ തീരുമാനം ജനങ്ങൾ എടുക്കുന്നത് അവസാനത്തെ 10 ദിവസത്തെ ഒരു പ്രചരണം കൊണ്ടാണ് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അവർ പൊതുവെ വിലയിരുത്തുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ആദ്യഘട്ടത്തിൽ മേൽക്കൈ ഉണ്ടായിരുന്ന ആൾക്കാർ അവസാന സമയത്തേക്ക് പോകുമ്പോൾ പുറകിലേക്ക് പോവുകയും ആ മേൽക്കൈ നേടിയവർ അധികാരത്തിൽ വരികയെല്ലാം ചെയ്യുന്ന ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള 10 ദിവസം എന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗിന്റെ ദിവസങ്ങളാണ്. അതുപോലെ തന്നെ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉണ്ടാവുന്ന സമയമാണ്. നിഷ്പക്ഷമായ വോട്ടുകളാണ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ അടിയൊഴുക്കുകൾ സംഭവിക്കുക, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ, ഏത് തെരഞ്ഞെടുപ്പിലായാലും രാഷ്ട്രീയ പാർട്ടികൾ പേടിക്കുന്നത് അടിയൊഴുക്കുകളെയാണ്. അത് ഞങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടിയുള്ള സകല തന്ത്രങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പയറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഇതിൻ്റെയൊക്കെ തലതൊട്ടപ്പന്മാരാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന് നമുക്ക് അറിയാം. ഇനി പ്രചരണത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, 2ാം ഘട്ട പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്നലെ കേരളത്തിലെത്തി ആ 2ാം ഘട്ട പ്രചരണത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവായി നമുക്ക് പറയാൻ കഴിയുക. താരപ്രചാരകരെല്ലാം ഇനിയുള്ള ഒരു 8 ദിവസം എന്തായാലും കേരളം കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ട്. പ്രധാനമന്ത്രി ഇന്നലെ വന്ന് ചില ആരോപണങ്ങൾ LDF-നും UDF-നും എതിരെ ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്രം നൽകിയ ഫണ്ടൊന്നും ചെലവാക്കിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. പക്ഷേ കേന്ദ്രം പല ഘട്ടങ്ങളിലും കേരളത്തെ സഹായിച്ചിട്ടില്ല എന്നുള്ള പരാതി, അത് വസ്തുത, അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് മുഖ്യമന്ത്രി ചിലപ്പോൾ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറയാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ പാലക്കാടും തൃശ്ശൂരുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 3-ാം തീയതി അദ്ദേഹം തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോട്ടയത്തും എത്തുന്നുണ്ട്. കോട്ടയത്ത് പാലയിലാണ് പരിപാടി തീരുമാനിച്ചത്. അതിൽ മാറ്റമുണ്ട്. അവിടുത്തെ സുരക്ഷാ കാരണങ്ങളാൽ കോട്ടയത്തിലേക്ക് പരിപാടി മാറ്റിയിട്ടുണ്ട്. പിന്നീടുള്ളത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് എത്തിച്ചേരുകയാണ്. അദ്ദേഹം നേരത്തെ വരേണ്ടതായിരുന്നു. ആ ഗ്യാരണ്ടിയുമായി ബന്ധപ്പെട്ട ആ പരിപാടിയുടെ, ആ ബസിന്റെ ഉദ്ഘാടനം, കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വരേണ്ടതായിരുന്നു. പക്ഷേ സോണിയാഗാന്ധിക്ക് സുഖമില്ലാത്തതിനാൽ അദ്ദേഹം യാത്ര മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇന്ന് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ അദ്ദേഹം ഇലക്ഷൻ പര്യടനം നടത്തുന്നുണ്ട്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കാൻ വേണ്ടിയുള്ള പ്രസംഗവും അതിന്റെ പിന്നീടുള്ള പ്രതികരണങ്ങളും വരും സമയങ്ങളിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി തന്നെയാണ് പര്യടനം നയിക്കുന്നത്. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന വളരെ രസകരമായ ഒരു കാഴ്ചയുണ്ട്. മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPM-ന്റെ മറ്റ് നേതാക്കന്മാരും എല്ലാം കളം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ, ഇത്തവണ പിണറായി വിജയൻ എന്ന ഒറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് LDF-ന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. മറ്റ് നേതാക്കന്മാരെല്ലാം പ്രചരണത്തിലുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. 2ാം തുടർഭരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിരവധി വിഷയങ്ങൾ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തിച്ചേരുന്നു. ആദ്യം BJP CPM ഡീൽ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. 10 മണ്ഡലങ്ങളിൽ CPM-മായി BJP ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ LDF-ന് ജയിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം തുടങ്ങിയ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നു. മുഖ്യമന്ത്രി അതിന് തിരിച്ചടി നൽകുന്നു. കോൺഗ്രസ് ദേശീയ തലത്തിൽ BJP-യുടെ B ടീമാണ് എന്ന തരത്തിൽ ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് കുറച്ച് കടുപ്പിക്കുന്നുണ്ട്. 2006-ൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ, RSSന്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുൻപിൽ എന്തിനാണ് സതീശൻ വിളക്ക് കൊളുത്തിയത്? എന്തിനാണ് 2001-ൽ 2006-ൽ RSSന്റെ പിന്തുണ തേടിയത്? 2006-ലെ ഡീൽ എന്തായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചപ്പോൾ തിരിച്ച് സതീശൻ ചോദിച്ചത് 1977-ൽ RSSന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചില്ലേ എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വെച്ചു. അതിനകത്ത് വസ്തുതാപരമായ ചില വിഷയങ്ങളുണ്ടെങ്കിലും അത് ഒരു ചോദ്യമായി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വന്ന് മുഖ്യമന്ത്രി നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പിന്നീടുള്ളത് ഈ തൃശ്ശൂർ
പൂരം കലക്കൽ, അതുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങൾ, ഈ SFI അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ നിരവധി പ്രചാരണ വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാകുമ്പോൾ എന്നുള്ളത് കൂടിയാണ്.